കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗവിന്റെ 3 കിടിലൻ ചാപ്റ്റേഴ്സ് ആണ്. അതായത് 322 മുതൽ 324 വരെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ബ്ലാക്ക് ക്ലൗ കണ്ടിട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ചെറിയൊരു ചോദ്യം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുവാണ്. വേറൊന്നുമല്ല, എന്റെ ഫേവറേറ്റ് ഫീമെയിൽ ക്യാരക്ടർ ആരെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ബ്ലാക്ക് ക്ലൗവിന്റെ അടുത്തുള്ള കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്ന 4 പേരെ ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നിർത്തി ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ആസ്റ്റ പതുക്കെ നടന്ന് ചെല്ലുവാണ്. പെട്ടെന്ന് നാച്ചു വന്നിട്ട് പറയുന്നുണ്ട്, ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഈ ബാറ്റിൽ ഫീൽഡ് വിട്ട് പോകുന്നതാണ് നല്ലത്. നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്, നിനക്ക് നേരെ പോലും നിൽക്കാനുള്ള ആവതില്ല. ഇല്ല, എന്നെ കൊണ്ട് സാധിക്കും, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ആസ്റ്റ പറയുകയും ചെയ്യും. നാച്ചു മനസ്സിൽ പറയുന്നു. സത്യം പറഞ്ഞാൽ ആസ്റ്റയുടെ ആന്റി മാജിക്കിന് മാത്രമേ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ലൂസിഫറിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള ആകെപ്പാടുള്ള ചാൻസ് അവന്റെ മാജിക് ആണ്. എന്തായാലും അത് നിന്നെ കൊണ്ട് ഒറ്റക്ക് സാധിക്കില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ പോകുവാണ്. നമ്മൾ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും. ഇതേ സമയം യൂണോ മറിലിയനും കൂടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവരുടെ ഫൈറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. ലൂസിഫറിനെ അവർ രണ്ടുപേരും കൂടെ ഒന്ന് പിടിച്ചു വെക്കാനെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ അറ്റാക്സ് ഒന്നും അവന്റെ മേത്ത് അങ്ങനെ ഏൽക്കുന്നില്ല. ഇവനെ തോപ്പിക്കുന്നത് അത്ര നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെന്ത് കോപ്പാണ്? ഞാൻ എന്തിനാണ് ഈ കീടങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യണത്? എനിക്ക് എങ്ങനെയെങ്കിലും ആ ബ്രാറ്റിനെ കൊല്ലണം. അവൻ എനിക്ക് എന്തായാലും കൊല്ലേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ലൂസിഫർ കിടന്ന് കാറുന്നുണ്ട്. അവിടെ ഒരു സൈഡിൽ ഒരു ഡെവിൾ ഇരിപ്പുണ്ടായിരുന്നു. ആ ഡെവിലിനെയാണ് പുള്ളിക്കാരൻ വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവർ രണ്ടുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്ക്. എന്നാൽ ആ ഡെവിലി അത് വിസമ്മതിക്കുകയും ചെയ്യും. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് കഴിയത്തില്ല, നീ തന്നെ ഫൈറ്റ് ചെയ്യാനാണ് നല്ലത്. നീ എന്തുവാണ് പറഞ്ഞത്? അത് തന്നെ, വേറൊന്നുമല്ല, നീ തന്നെ ഫൈറ്റ് ചെയ്യണം നല്ലത്. നീ ഫൈറ്റ് ചെയ്യുന്ന കാണാൻ കുറച്ച് രസമുള്ളതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ ഇരുന്ന് പുള്ളിക്കാരുടെ പരിപാടി നോക്കുവാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ മറിൽ യൂണ ലൂസിഫറിനെ അറ്റാക്ക് വേണ്ടി പോകുന്നുണ്ടെങ്കിലും പുള്ളിക്കാരുടെ മാജിക്ക് പതുക്കെ ഫെയ്ഡ് ആകും. കാര്യങ്ങൾ എത്ര നല്ല രീതിക്കല്ല പോയെന്ന് തോന്നുന്നു. പുള്ളിക്കാരുടെ മാന അവളുടെ ബോഡിയായിട്ട് ക്ലോസ് ആകാൻ തുടങ്ങി. അല്ലെങ്കിലും ഇതൊക്കെയാണല്ലോ ഹ്യൂമൻ ലിമിറ്റ്സ് എന്ന് പറയാൻ നേരത്തെ തന്നെ ആ ഒരു ഗ്യാപ്പ് ലൂസിഫറെ ഫില്ല് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരനെ ഇടിച്ച് നേരെ താഴത്തേക്ക് ഇടും. എന്നിട്ട് നമ്മുടെ യൂണോടെ നേരെ പുള്ളിക്കാരനെ ഇടിക്കുന്നുണ്ട്. യൂണോ പുള്ളിക്കാരന്റെ സോഡ് കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല പവർഫുൾ ആയിട്ട് അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ യൂണോ പുറകെ തെറിച്ചു പോവുകയും ചെയ്യും. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ലൂസിഫർ അത്യാവശ്യം ഫ്രീ ആയിട്ടുണ്ട്. എന്നിട്ട് ആസ്റ്റേനെയാണ് നോക്കുന്നത്. ആസ്റ്റേനെ നോക്കാൻ നേരത്ത് അവിടെ ആസ്റ്റ ഇല്ല. പുള്ളിക്കാരൻ ഞെട്ടുന്നുണ്ട്, ഇവനിത് ഇവിടെ പോയി. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ നാച്ചി ലൂസിഫറുടെ പുറകിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പുള്ളിക്കാരൻ വീണ്ടും 2 ലെവൽസിന്റെ മാജിക് ഒരുമിച്ച് യൂസ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കും ചെയ്യും. ആ ഒരു അറ്റാക്ക് ലൂസിഫറിനെ പിടിച്ചു കെട്ടുവാണ്. പുള്ളിക്കാരന്റെ ചങ്ങലകൾ കൊണ്ട് ലൂസിഫറിനെ പിടിച്ച് കെട്ടുന്ന സമയത്ത് നമ്മുടെ ആസ്റ്റ ലൂസിഫറുടെ പുറകിൽ വരും. ഇതാണ് പറ്റിയ സമയം. എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ലൂസിഫറിനെ എനിക്ക് ഡിഫീറ്റ് ചെയ്യണമെന്ന് പറയാൻ നേരത്ത് ലൂസിഫർ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു ഫുൾ മാജിക്ക് നശിപ്പിച്ച് കളയും. ഇത് കാണുന്ന നാച്ച് അടിമുടി വിറച്ചു പോകും. പുള്ളിക്കാരൻ ഞെട്ടി തെരിച്ച് നിൽക്കുകയാണ്. അത് മാത്രമല്ലാതെ ആസ്റ്റ നമ്മുടെ ലൂസിഫറുടെ ഫ്രണ്ടിൽ വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ ആസ്റ്റനെ കൊല്ലാൻ വേണ്ടി ലൂസിഫറോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് പെട്ടെന്ന് നാച്ച് ആസ്റ്റനെ സേവ് ചെയ്യാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് വരും. നാച്ച് പുള്ളിക്കാരന്റെ ലിമിറ്റിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ ആ ഒരു മാജിക് പവേഴ്സ് ഒക്കെ ഫെയ്ഡ് ആയി പോയിരുന്നു. പുള്ളിക്കാരൻ തന്നെ പറയുന്നത്, മോർഗൻ, ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ സമയമായെന്ന് തോന്നുന്നു, ഞാൻ ഇപ്പൊ തീരുവടാ. എന്നാൽ നാച്ചു വരെ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവും. പുള്ളിക്കാരന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഗോളം പ്രത്യക്ഷപ്പെടും. എന്നിട്ട് യാമിയാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. കുറെ നാൾക്ക് ശേഷമാണ് നിന്നെ ഒന്ന് മര്യാദക്ക് കാണുന്നത്. ആ കാണുന്ന സമയത്ത് നീ ഇവിടെ കിടന്ന് ചാകാൻ പോവുകയാണെന്ന് നമ്മുടെ യാമി ചോദിക്കുന്നുണ്ട്. യാമിയായിട്ട് ലൂസിഫറുടെ അറ്റാക്ക് സക്സസ്ഫുള്ളി തന്നെ ബ്ലോക്കും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ വനീസ നിൽപ്പുണ്ട്. പുള്ളിക്കാരായിട്ട് യാമിയുടെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുവാണ്. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്ത് ക്യാപ്റ്റൻ യാമിനെ രക്ഷിക്കണം. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ഗ്രേയും വരുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാർ പറയുന്നുണ്ട്, ഞാൻ അവനെ ഹീൽ ചെയ്യാം, ഞാൻ ക്യാപ്റ്റൻ യാമിനെ ഹീൽ ചെയ്യാം. ക്യാപ്റ്റന്റെ ബോഡിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ലൈക്ക് ആസ്റ്റയുടെ മേത്ത് ഒരു ഡെവിൽ ഇരിപ്പില്ലേ, അതുപോലെയാണ് ഇപ്പൊ ക്യാപ്റ്റന്റെ ബോഡി ഇരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരന്റെ ശരീരത്ത് ഇപ്പോൾ മാജിക് നിലനിൽപ്പുണ്ട്. അങ്ങനെ ഗ്രേ ഹീൽ ചെയ്യാണ്ടിരിക്കാൻ നേരത്തെ തന്നെ പെട്ടെന്ന് അവിടെ ഒരു ഗോളം പ്രത്യക്ഷപ്പെടും. അതൊരു ഡാർക്ക് മൂൺ ആയിരുന്നു. നമ്മുടെ യാമി അവിടെ നിന്ന് എഴുന്നേക്കുകയും ചെയ്യും. ഗ്രേ, വെനീസ, നന്ദിയുണ്ട്, ഇനി ഞാൻ ഇവിടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പതുക്കെ എഴുന്നേക്കുവാണ്. അതേസമയം തന്നെ ലാംഗ്രസ് ലിച്ചും കൂടെ നമ്മുടെ വില്യമിനെ കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ യാമിനെ കാണുകയും ചെയ്യും. യാമി, ഞാൻ നിന്റെ കടത്തിലാണുള്ളത്, പക്ഷേ എനിക്കത് വീട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്റെ ഗ്രിമ്മോറിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ബാറ്റിൽ ഞാൻ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്. നിന്റെ മാജിക് വെച്ച് നോക്കാൻ നേരത്ത് നിനക്ക് ഈ ബാറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നീ ഇത് വെച്ചു. എന്നിട്ട് നമ്മുടെ വില്യം പുള്ളിക്കാരന്റെ വേൾഡ് ട്രീ ക്രിയേഷൻ മാജിക് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഡ് നമ്മുടെ യാമിക്ക് കൊടുക്കുവാണ്. എന്റെ ഉള്ളിലെ അവസാനത്തുള്ളി മാജിക് വരെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിനക്ക് ഞാൻ തരുവാണ്. നിനക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. സത്യം പറയുവാണെങ്കിൽ ഈ എൽഫിന്റെ കാര്യമൊന്നും ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതിങ്ങോട്ട് മേടിക്കുവാണ്. ഞാൻ ജീവനോടെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും വെച്ചൊന്ന് കൂടാം. അങ്ങനെ വീണ്ടും ആ ഫൈറ്റിലേക്ക് തിരിച്ചു വരുവാണ്. നമ്മുടെ യാമിയാട്ടെ ലൂസിഫറിനെ പിടിച്ചു വെച്ചിട്ടിരിക്കുവാണല്ലോ. ലൂസിഫർ പറയുന്നുണ്ട്, നീ ആ ഡാർക്ക് മാജിക് യൂസർ അല്ലേ, ഞാൻ അതിനെ പിന്നെ കണ്ടോളെന്ന് പറഞ്ഞുകൊണ്ട് യാമിനെ ലൂസിഫറോ ഇടിച്ച് നേരെ ദൂരത്തേക്ക് വിടുവാണ്. അതേസമയം തന്നെ ആരോ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അങ്ങനെ ആസ്റ്റനെ ഇടിച്ചു കൊല്ലാൻ വേണ്ടി ലൂസിഫറോ അവിടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് റോഗും സോറോയും പിന്നെ നമ്മുടെ നീറോയും കൂടെ ഒരുമിച്ച് ചാടി വരും. സോറോയുടെ നെഞ്ചത്തേക്കാണ് നമ്മുടെ ലൂസിഫറോ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അതൊരു കൗണ്ടർ ട്രാപ്പ് ആയിരുന്നു. പുള്ളിക്കാരന്റെ കുറെ അധികം ട്രാപ്പ് അപ്പൊ ആക്ടിവേറ്റ് ചെയ്യും. യാമി, നീ എന്ത് കാണിക്കുവാണ്? മര്യാദക്ക് ഇവിടുന്ന് പോകാൻ നോക്കൂ.
നീ എന്തോ അർത്ഥമാണ് ഈ പറയണം? ഞാനല്ലേ നിന്നെ ഇപ്പൊ രക്ഷിച്ചത്, എന്നിട്ടും പറയണം നോക്കി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചവനാണ്. യാമി, നിന്നെ കാണാൻ നിർത്ത്. എന്റെ പഴയ ഓർമ്മകളൊക്കെയാണ് എനിക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നിട്ട് കെഞ്ചി പറയുവാണ്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോടാ. നിനക്ക് ഓർമ്മയില്ലേ, നിന്റെ അടുത്ത് നിന്ന് ഞാനാണ് മോർഗനെ വലിച്ച് ദൂരത്തേക്ക് ഇട്ടത്. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കേ വേണ്ട. എന്നെ രക്ഷിച്ചുകൊണ്ട് മറ്റൊരാളുടെ ജീവൻ കളയാൻ എനിക്കിനി താല്പര്യമില്ല. അതും നിന്നെ പോലെ ഒരു സുഹൃത്തിനെ ഒരിക്കലും എനിക്ക് കളയാൻ താല്പര്യമില്ല. ശരിക്കും ഒരു പൊട്ടനാണല്ലേ. നീ എത്ര നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കാൻ പോകുന്നത്, മറ്റുള്ളവരുടെ സഹായമൊന്നും തേടാതെ. നിനക്കൊരു കാര്യം അറിയാവോ, ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ ആരുടെ തന്നെ അനുവാദം ഈ ലോകത്ത് ആരും തന്നെ ചോദിക്കത്തില്ല. അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ യാമിയുടെ ചെറിയ ചെറിയ ഓർമ്മകളാണ്. അവിടെ നമ്മുടെ മോർഗൻ യാമിയുടെ പറയുന്നുണ്ട്, യാമി നിനക്കൊരു കാര്യം അറിയാവോ, നീയും എന്റെ ചേട്ടനും ഏകദേശം ഒരേപോലെയാണ്. നിങ്ങളുടെ മാജിക്ക് മാത്രമല്ല, നിങ്ങളുടെ സ്വഭാവവും എല്ലാം ഏകദേശം ഒരേപോലെയാണ്. സത്യം പറയുവാണെങ്കിൽ എനിക്കിത് പറയാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവനാണ് നിനക്ക് കുറച്ചുകൂടെ നല്ലത്, ഒരു പാർട്ട്ണർ എന്ന നിലയിൽ. നാച്ചിന്റെ കണ്ണുകൾ പതുക്കെ ഒന്ന് നിറയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യും, യാമി ഇപ്പോഴും കുട്ടികളെ പോലെ സംസാരിക്കാൻ അത്ര നീ ചെറുപ്പമൊന്നുമല്ല. ചിരിച്ചുകൊണ്ട് യാമി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നമുക്ക് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അവരെന്നോട് പറഞ്ഞത് ഇവൻ കിങ് ഓഫ് ദി ഡെവിൾസ് എന്നാണ്. അങ്ങനെ യാമിയും നാച്ചും കൂടെ അവരുടെ ചെറുപ്പകാലം പോലെ തന്നെ ഇവിടെ ഒരു ഫൈറ്റിന് വേണ്ടി റെഡിയായി നിൽക്കുവാണ്. അവർ പണ്ടത്തെ പോലെ തന്നെ ഒരു ഫണ്ണിന് വേണ്ടിയാണ് ഇപ്പൊ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. സോറൻ നേരത്തെ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നല്ലോ. ആ ട്രാപ്പ് എന്നാന്ന് വെച്ചാൽ ലൂസിഫറുടെ എല്ലാ മാജിക്കും പുള്ളിക്കാരുടെ ശരീരത്തേക്ക് അബ്സോർബ് ചെയ്യുന്നതാണ്. എന്നിട്ട് അതെല്ലാം പുള്ളിക്കാരന്റെ റൈറ്റ് ഹാൻഡിലേക്ക് വരികയും ചെയ്യും. എന്നിട്ട് ആ കിട്ടിയ പവേഴ്സ് എല്ലാം കൂടെ കൂട്ടി നമ്മുടെ സോറ വീണ്ടും ലൂസിഫറിനെ ഇടിക്കുന്നുണ്ട്. അത് നല്ലൊരു പഞ്ചായിരുന്നു. പക്ഷേ സോറയുടെ ശരീരം അത്ര നല്ലതല്ലാന്നുകൊണ്ട് പുള്ളിക്കാരന്റെ കൈയൊക്കെ പെട്ടെന്ന് ഒടിയാൻ. ആ ഒരു ഗ്യാപ്പ് കിട്ടാൻ നിർത്ത് അവിടേക്ക് നമ്മുടെ യാമി നാച്ചും കൂടെ കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സോറ നെറോ നിങ്ങൾ ചെയ്തെന്തായാലും നന്നായി, ഇനി ഞാൻ നോക്കിക്കോളാം. അവിടുന്ന് നമ്മുടെ ബ്ലാക്ക് ബുൾസ് ഇതുവരെ അച്ചീവ് ചെയ്ത ഓരോ കാര്യങ്ങളും കാണിച്ചു പോകുവാണ്. അതെല്ലാം യാമി മനസ്സിലാക്കുന്നുമുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എല്ലാവരും ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഒന്നെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന്റെ പവേഴ്സ് എല്ലാം കൂടെ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവിടെ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ നാച്ച് യാമിയും കൂടെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യും. അതാകട്ടെ കിഡ്സ് പ്ലേ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. ഫുള്ള് ഡാർക്ക് ആയിട്ടുള്ള ഒരു സിറ്റി പോലെയാണ് കാണപ്പെടുന്നത്. എന്നിട്ട് ലൂസിഫറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കുറെ അധികം നാച്ചും കുറെ അധികം യാമിയും അവിടേക്ക് പോകും. ഇവരെല്ലാവരും ഷാഡോസ് ആണ്. അവരുടെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ലൂസിഫർക്ക് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവിടെ അറ്റാക്സ് ഒക്കെ വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ യാമി ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതാകട്ടെ അത്യാവശ്യം പവർഫുൾ ആയിരുന്നു. ഇത് കാണുന്ന മറ്റൊരു ഡെവിലും പറയുന്നുണ്ട്, ഇതെന്തായാലും കൊള്ളാം, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ലൂസിഫർ പുള്ളിക്കാരന്റെ കൈ കൊണ്ടാണ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ കൈയിലേക്ക് നോക്കാൻ നേരത്ത് അവിടെ ഒരു പാട് കാണാം. ലൂസിഫർക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സോ ഹ്യൂമൻസിന് എന്നെ തോൽപ്പിക്കാൻ സാധിക്കും. പെട്ടെന്ന് ലൂസിഫറുടെ ഭാവവും രൂപവും എല്ലാം തന്നെ മാറും. പുള്ളിക്കാരൻ വളരെ കാം ആൻഡ് ക്വൈറ്റായിട്ട് മലയാളം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എല്ലാവരെയും അക്നോളജ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലും. നിന്നെ മാത്രമല്ല, നിന്റെ വീട്ടുകാരെയും നിന്റെ കുടുംബക്കാരെയും നിന്റെ സഹോദരനെ എന്തിന് ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരെയും ഞാൻ കൊല്ലും നിനക്ക് വേണ്ടി. എന്റെ ഉള്ളിലുള്ള ഓരോ പവേഴ്സും ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. ഇതേ സമയം ആ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് കിടന്ന് കുലുങ്ങുന്നുണ്ട്. ഇതിനെ സീരിയസ് ആകാൻ പോവാണെന്ന് നമ്മുടെ യാമി പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ നേരമായിട്ട് ആസ്റ്റ് എന്നെ ഹീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാണിക്കുന്ന പാനലിൽ അത് നമ്മുടെ ലൂസിഫർ പുള്ളിക്കാരന്റെ പുതിയൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ലാതെ അവിടെ യൂണോയും ആസ്റ്റയും യാമിയും നാച്ചും എല്ലാവരും കൂടെ ഒരു കോംബോ അറ്റാക്കിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. അങ്ങനെ ഒരു 4v1 ബാറ്റിൽ വന്നുകൊണ്ടാണ് ചാപ്റ്റർ 324 ഇവിടെ അവസാനിക്കുന്നത്. സോ നാളെ തന്നെ അടുത്ത വീഡിയോയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അത് മാത്രമല്ലാതെ ബ്ലാക്ക് ലോന്റെ ആനിമ കണ്ടിട്ട് അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്തു. കാരണം അവർക്ക് ഇത് നന്നായിട്ട് തന്നെ ഉപകാരപ്പെടും.